உந்தன் பரமானந்த താണ്ഡവം പാർക്കവേ നാനങ്കേ. ഒരു വലിയൊരു ആരവം വരുന്നുണ്ട്, ആരോ വരുന്നു, കുറേ ആൾക്കാർ ഇങ്ങനെ ചിരിക്കുന്നു, കൈയടിക്കുന്നു. മണിച്ചേട്ടൻ വന്ന് നിൽക്കുക, കലാപ്രതിഭ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തോളിലൊക്കെ ഏറ്റിയ ആൾക്കാർ സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഓടിച്ചെന്ന് ഇങ്ങനെ എന്നെ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് വട്ടം പിടിച്ച് ചേട്ടൻ ഒരുപാട് നേരം അങ്ങനെ മുറുകി പിടിച്ച് നിന്നു. ചേട്ടൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വീണത് എനിക്കത് ഫീൽ ചെയ്യാം, എൻ്റെ തലയിലേക്ക് വീഴാണ് ഇങ്ങനെ. ഡോക്ടർ RLV രാമകൃഷ്ണൻ കലാരംഗത്ത് തന്റേതായ സ്ഥാനം നേടിയ മോഹിനിയാട്ടം നർത്തകനും അഭിനേതാവും നൃത്താധ്യാപകനുമായ RLV രാമകൃഷ്ണന്റെ അനുഭവ വിവരണമാണിത്. കലാഭവൻ മണി എന്ന അതുല്യ കലാകാരന്റെ സഹോദരന്റെ ഹൃദയസ്പർശിയായ സ്മരണകൾ. സ്കൂളിൽ ബെല്ലടിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിലൊന്നും മറ്റുള്ള കുട്ടികളെ പോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചോറുണ്ണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല. കാരണം ഞങ്ങൾക്ക് അമ്മ ഹോട്ടലിൽ നിന്ന് അവിടുത്തെ ചോറ് കൊടുത്തു കഴിഞ്ഞ് അവിടെ നിന്ന് ബാക്കി വന്ന ആഹാരം കൊണ്ടുവന്നിട്ടാണ് അമ്മ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ അമ്മ വരുന്നത് വരെ ഞങ്ങൾ നോക്കിയിരിക്കും. മണിയുമൊത്തുള്ള ചാലക്കുടിയിലെ ബാല്യകാലം. ചേട്ടൻ്റെ തോളിൽ വെച്ചിട്ട് തന്നെ ഈ പുഴ നീന്തി കടക്കാണ് ഇപ്പുറത്തേക്ക്. മുരുങ്ങൂരിന്ന് വീണ്ടും ചാലക്കുടിയിലേക്ക് ഈ പാടിയിലെ വശത്തേക്ക് നീന്തുകയാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും അന്ന് മരിച്ചു പോകേണ്ടതാണ്. വലിയൊരു ചുഴിയിൽ പെട്ടിട്ട് ചേട്ടനും താന്നുപോയി, ഞാനും ഇടയ്ക്ക് താന്നു പോവും. കലാരംഗത്തെ വെല്ലുവിളികൾ. ഉയരത്തിലെത്താൻ വേണ്ടി പഠിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത ഒരാൾക്ക് സമൂഹത്തിൽ നമ്മൾ കള്ളനാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എനിക്ക് അന്ന് ആ സമയം എൻ്റെ കണ്ണിലേക്ക് ആകെ ഇരുട്ട് കയറുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. മറക്കാനാവാത്ത അനുഭവങ്ങൾ. 6:30-7 മണിയോട് കൂടിയാണ് എനിക്ക് ഫോൺ വരുന്നത്. ചേട്ടൻ ഇങ്ങനെ അമൃതയിലാണ്, സീരിയസ് ആണ്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞിട്ട്. ഓടിയെത്തിയപ്പോൾ ചേട്ടൻ വെന്റിലേഷനിലാണ്. അപ്പോൾ ഡോക്ടർ ഞങ്ങൾ വിളിച്ചു, പറഞ്ഞു മണി എന്ത് കഴിച്ചതെന്ന് പറഞ്ഞാലാണ് ആൻറ്റിഡോസ് കൊടുക്കാൻ പറ്റുള്ളൂ, ഇപ്പോൾ അബോധാവസ്ഥയിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞറിഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളോട് മുഴുവനും നമ്മൾ കാര്യങ്ങൾ ചോദിച്ചിട്ടൊന്നും ആരും ഒന്നും പറയുന്നില്ല. പിന്നെ കലാഭവൻ മണി എന്ന സ്നേഹസമ്പന്നനായ സഹോദരന്റെ ജീവിതവും. ചരിത്രം എന്നിലൂടെ സഫാരി TV ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30. പിന്നെ സഫാരി TV യൂട്യൂബ് ചാനലിലും.